പ്രിയപ്പെട്ടവരെ, ഇന്നും ആഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗ്ഗാരോപണ തിരുനാളാണ്. അതുകൊണ്ട് മാതാവിൻ്റെ സ്വർഗ്ഗാരോപണ തിരുനാളിലെ പ്രോപ്രിയായ വായനകളുമാണ് നമ്മളിന്ന് പുസ്തകമായി ഉപയോഗിക്കുക. കൈത്തകാല 6-ാം ഞായറാഴ്ച, അതോടൊപ്പം തന്നെ നമ്മുടെ ദേശത്തിൻ്റെ 25-ാം സ്വാതന്ത്ര്യ ദിനവുമാണ്. നമുക്ക് ഈശോയാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രം. ഈശോയോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്തിപൂർവ്വ വിശ്വാസത്തോടെ ഈ ബലിയർപ്പിക്കുക. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, പുതുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമുടെ യാഗം തിരുമുൻപാകെ അണച്ചിടാം. ദൈവത്തിന് സ്തുതി. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തെ ആത്മശരീരങ്ങളോടെ അങ്ങ് സ്വർഗീയ മഹിമയിലേക്ക് ഉയർത്തുകയും നിത്യകിരീടമണിയിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന് കൈവന്ന ഈ മഹാഭാഗ്യത്തെ പ്രതി ഞങ്ങൾ കൃതജ്ഞതാപൂർവ്വം അങ്ങയെ സ്തുതിക്കുന്നു. ദൈവജനതയുടെ സ്വർഗ്ഗാരോപണ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ രക്ഷാകരമായ ഈ ദിവ്യരഹസ്യങ്ങൾ അങ്ങേക്ക് പ്രീതികരമായ രീതിയിൽ പരിവർത്തനം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണ് മധുരമാ ദിവ്യനാമ കീർത്തനം. പണിയമങ്ങ് പാലകൻ ഒരു ഗണത്തിലാക്കുമേ ചിതറിടും ജനങ്ങളെ. തകരുമേതു ഹൃദയവും ശാന്തി കാൺമതങ്ങയിൽ കരുകിയെന്നൊരങ്ങിലെ ഭുവന ദുഃഖമുക്തിയും. കീർത്തനങ്ങൾ പാടിടാം വാഴ്ത്തിടാം മഹേശ്വരി, കിന്നരങ്ങൾ നീട്ടിയ നാമഗീതി പാടിടാം. അഭയമാർന്നിടും ഇതാ ഭയമിയെന്ന മാനവർ, ശാന്തി തേടിടും ഇതാ തന്നിലെന്നു മാതുല. നാഥനെന്ന പോലവേ സുതരും ആത്മനും സദാ സ്തുതിരാതി കാലവും നിത്യമെങ്ങും എപ്പോഴും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും പറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായിരിക്കും.
അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സകലത്തിൻ്റെ നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെ നാഥാ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായേ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായിരിക്കും. സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുകയും പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളുടെ ശ്രദ്ധയോടെ കേൾക്കുകയും പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായ ആളുണ്ട്. കർത്താവേ, വിശുദ്ധിയാൽ മഹത്വപൂർണ്ണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ അങ്ങേക്ക് തുല്യനായ ആളുണ്ട്. അങ്ങ് വലതുകൈ നീട്ടി ഭൂമി അവിടെ വിഴുങ്ങി. അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു. അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു. ഇത് കേട്ട ജനതകൾ ഭയന്ന് വിറച്ചു. ഫിലിസ്തീർ ആകുലരായി, ഏതോം പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി, മൊവാബിലെ പ്രബലന്മാർ ഇടരം കൊണ്ടു, കാനാൻ നിവാസികൾ മൃതപ്രായരായി. അങ്ങയുടെ ജനം കടന്നു പോകുന്നത് വരെ, കർത്താവെ, അങ്ങ് വീണ്ടെടുത്ത ജനം കടന്നു പോകുന്നത് വരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു. അങ്ങയുടെ കരുത്തിന്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലരാക്കുന്നു. കർത്താവെ, അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും. കർത്താവ് എന്നേക്കും രാജാവായിരിക്കും. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും സ്നേഹന്മാരുടെ പ്രവർത്തനത്തിലുള്ള വായന. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ സ്ലീഹന്മാർ ഈശോയോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിനെ രാജ്യം പുനഃസ്ഥാപിച്ചു തന്നത് ഈ കാലത്താണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള കാലമോ സമയമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിന്ന് നിങ്ങളുടെ മേൽ വരുന്ന ശക്തി നിങ്ങൾ സ്വീകരിക്കാം. അപ്പോൾ ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയയിലും ഭൂമിയുടെ അതിർത്തിയോളവും നിങ്ങൾ
നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കും. ഇവ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ സംഹരിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടികളിൽ നിന്ന് മറച്ചു. അവൻ പോകുമ്പോൾ ആകാശത്തേക്ക് അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ടുപേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഹരിക്കപ്പെട്ട ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടപോലെ തന്നെ തിരിച്ചു വരും. അവർ ഒലിവുകളുടേത് എന്ന് വിളിക്കപ്പെടുന്ന മലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇത് ജെറുസലേമിനടുത്ത് ഒരു സാബത്ത് ദിവസത്തെ യാത്രാദൂരത്താണ്. അവർ അവിടെ എത്തി തങ്ങൾ താമസിച്ചിരുന്നിടത്ത് വീടിന്റെ മുകളിലത്തെ നിലയിൽ പ്രവേശിച്ചു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമ, ബർത്തലോമിയോ, മത്തായി, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശമയോൻ, യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവരെല്ലാവരും ഏകമനസ്സോടെ സ്ത്രീകളോടും ഈശോയുടെ അമ്മയായ മറിയത്തോടും അവന്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ വിശ്വസ്തയോടെ ഉറച്ചു നിന്നിരുന്നു. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ, സ്വർഗാരോപിത മാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. സുതനും റൂഹായ്ക്കും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും സ്തുതിയുണ്ടാകരുതേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നവനും ഗ്രഹിക്കുന്നവനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശീലങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമടിയുന്നവനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, പൗലോസ് ശ്ലീഹ റോമായിലെ സംഗീത ലേഖനം കർത്താവേ. സഹോദരരെ, നിങ്ങൾ ഉൾക്കൊണ്ട പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി ഭിന്നിപ്പുകളും ഇടർച്ചകളും ഉണ്ടാകുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അവരിൽ നിന്ന് അകന്നു മാറുകയും അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ മിശിഹായെയല്ല തങ്ങളുടെ തന്നെ കുതിരകളെയാണ് സൃഷ്ടിക്കുന്നത്. മധുരപോഷണവും മൃഗസ്തുതിയും വഴി അവർ സർവശക്തരുടെ ഹൃദയങ്ങളെ വഞ്ചിക്കുന്നു. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നന്മയെ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരുമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്തു കളയും. നമ്മുടെ കർത്താവായ ഈശോയുടെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹപ്രവർത്തകനായ തിമോഥെയോസും എൻ്റെ ബന്ധുക്കളായ ലൂസിയൂസും യോസോനും സോസിപ്പാത്രും നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു. ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരനായ ഞാൻ തെർത്തിയോസ് കർത്താവിൽ നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു. എൻ്റെ സഭ മുഴുവൻ്റെയും അതിഥേയനായ ഗായിയോസ് നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു. നഗരത്തിലെ ഖജനാവുകാരനായ ഏറാസ്തോസും
സഹോദരനായ വാർത്തൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എൻ്റെ സുവിശേഷം അനുസരിച്ചും ഈശോ മിശിഹായെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപ്പാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവരാണ് ദൈവം. കാലാകാലം നിഗൂഢമായിരുന്ന രഹസ്യം പ്രവാചക ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിന് അനുസരണത്തിനായി സകല ജനതകൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. സർവജ്ഞനായ ഏകദൈവത്തിന് ഈശോ മിശിഹായി വഴി എന്നേക്കും മഹത്വം. ആമേൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, പാടാമെന്നാം. ഹല്ലേലൂയ, 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 പാടാമെന്നാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വർഗാരോപിതമാതാവിൻ തിരുനാളിൽ ഗീതം പാടി വണങ്ങാം. മറിയത്തിൻ തിരുഗാത്രം മിന്നി നാഥനുയർത്തി കാരുണ്യത്താൽ പാരിടമാക്കി അവളുടെ വിജയം ഘോഷിക്കുന്നു. ഹല്ലേലൂയ, താതനുമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ, പാടാമെന്നാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൂടുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും നേതരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു വരണം. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞു. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവൻ്റെ ശിഷ്യന്മാർ അതിൽ വിശ്വസിച്ചു. അതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് 3 ഇരട്ടി സന്തോഷത്തിൻ്റെ ദിവസമാണ്. കൈത്തക്കാലം 6 ഞായറാഴ്ചയായ ഇന്ന് ആഗസ്റ്റ് 15-ാം തീയതിയാണ്. ലോകമെമ്പാടുമുള്ള ദൈവമക്കൾ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സ്വർഗ്ഗാരോപണ തിരുനാൾ വലിയ പ്രത്യാശയോടെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണിത്. നമ്മളെ സംബന്ധിച്ച് ദേശത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യ ദിനവുമാണ്. എല്ലാ രീതിയിലും നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്.
ശാസ്ത്രീയമായി തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഹൈഡ്രജനും ഹീലിയവും ഒക്കെ നിറയുന്ന ഒരു ബലൂൺ അതെവിടെയാണോ അവിടേക്ക് പോകുന്ന പോലെ ഈശോയാൽ നിറയുന്ന ഒരു മനുഷ്യൻ ഈശോ എവിടെയാണോ അവിടേക്ക് ആകർഷിക്കപ്പെട്ടു പോകും എന്നുള്ള ഒരു ദൈവിക യാഥാർത്ഥ്യമാണ് നമ്മൾ ഇന്ന് ഓർക്കുന്നത്. അതങ്ങനെയല്ലേ? സാമ്യത്തെ ആകർഷിക്കുന്നു. ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് പറക്കുന്നു. ഇതുപോലെ ഈശോ നിറയുന്ന ഒരു വ്യക്തി മരണശേഷം പാതാളത്തിൻ്റെ ആഴക്കുഴിയിലേക്ക് എന്ന് പോവുകയല്ല, ഈശോ ഇരിക്കുന്ന ഉന്നതങ്ങളിലേക്ക് കർത്താവ് തന്നെ അവനെ ആകർഷിച്ച് കൊണ്ടുപോയി അവിടെ ഇരുത്തും, മുടി ചൂടിക്കും എന്നൊക്കെയുള്ള സത്യങ്ങൾ ഈ തിരുനാൾ നമുക്ക് ഓർമ്മിപ്പിച്ച് നൽകുകയാണ്. 100% ശരിയായ ഒരു കാര്യം തന്നെയാണ്. പ്രകൃതിയിലേക്ക് തന്നെ നോക്കിയാൽ അറിയാൻ സാധിക്കും. കടലിൽ നിന്ന് നീരാവിയായിട്ട് വീരുന്ന വെള്ളം എങ്ങനെയെങ്കിലുമൊക്കെ കടലിൽ ചെയ്യും. മണ്ണിൽ നിന്ന് പുറന്നതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മണ്ണിലേക്ക് തന്നെ പോകും. അങ്ങനെയെങ്കിൽ ഈശോയെ വഹിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയെങ്കിലുമൊക്കെ ഈശോയിലേക്ക് തന്നെ ചെയ്യും. ഒരു സംശയമില്ല. അതൊരു സത്യമായി നമ്മൾ ആഘോഷിക്കുന്ന തിരുനാളാണ് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ. മാതാവിനെ ഈശോ ഒത്തിരി സ്നേഹിച്ചിരുന്നു നമുക്കറിയാം. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. മാതാവിനെ സ്നേഹിച്ച പോലെ തന്നെ ഈശോ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിച്ചിട്ട് ഈശോ തൻ്റെ മുമ്പിലിരുന്ന സാധാരണക്കാരായ മനുഷ്യരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവരാണ് എൻ്റെ അമ്മ. നമ്മുടെ കർത്താവ് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നത് കൊണ്ട് മാതാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയെങ്കിൽ നമ്മളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതൊരു സാമാന്യ ലോജിക്കാണത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈശോ മാതാവിനെ സ്വർഗരാജ്ഞിയായി മുടിചൂടിച്ചു എന്ന് നമുക്കറിയാം. സ്വർഗത്തിൽ മുടിചൂടിയിരിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ. 12 അപ്പസ്തോലന്മാർ 12 സിംഹാസനങ്ങളിൽ ഇരിപ്പുണ്ട്. പിന്നെ പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി കഴിയുമ്പോൾ അവിടുന്ന് എനിക്ക് നീതിയുടെ കിരീടം അണിയിച്ചു തരുമെന്നാണ്. നമ്മൾ മരണ ശുശ്രൂഷയിൽ ഒരു പൂവുണ്ടാക്കുന്ന ഒരു മുടി നമ്മുടെ ഈ പ്രിയപ്പെട്ട യാത്ര പോകുന്നവരുടെ ശിരസിൽ വെച്ച് കൊടുത്തിട്ട് കാർമികൻ പറയുന്നു, കർത്താവ് തന്നെ നീതിയുടെ കിരീടം അണിയിക്കട്ടെ. നമ്മൾ തന്നെ വെച്ച് കൊടുക്കുന്ന ആ പൂമുടി 2 ദിവസം കൊണ്ട് വാടിപ്പോകുന്നതാണ്. അതൊരു പ്രതീകം മാത്രമാണ്. പക്ഷേ അവിടെ കാർമികൻ പറഞ്ഞത് ആ പൂച്ചെണ്ടിനെ കുറിച്ചല്ല, പിന്നെയോ കർത്താവ് തന്നെ നീതിയുടെ കിരീടം അണിയിക്കട്ടെ. സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ഈശോ നമുക്ക് വേണ്ടിയെല്ലാം ഒരു കിരീടം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മാതാവിന് വേണ്ടി ഒരുക്കി വെച്ച കിരീടം അതുല്യമായ ഒരു കിരീടമാണ്. നമ്മളെക്കാളുമൊക്കെ എത്രയോ ശ്രേഷ്ഠയാണ് മാതാവ്. മാതാവിൻ്റെ ശ്രേഷ്ഠത മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ അമ്മയാവുകയാണ്. ദൈവത്തിൻ്റെ അമ്മയാവുക എന്നതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു കാര്യവും ഈ ലോകത്തിലില്ല. കാരണം പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവരെ തൻ്റെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് നടന്ന മാതാവ് പ്രപഞ്ചത്തെക്കാൾ വലിയവളാണ്. ആ മാതാവിനെയാണ് ഈശോ നമുക്ക് അമ്മയായിട്ട് തന്നത്. ഈശോ നമുക്ക് അമ്മയായിട്ട് തന്ന മാതാവ് ഇപ്പോൾ ഒരേ സമയം സ്വർഗത്തിലിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതോടൊപ്പം നമ്മൾ ഈ ബലിയർപ്പിക്കുമ്പോൾ മദബഹായിൽ ബലിപീഠത്തിനടുത്ത് നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് പുരോഹിതൻ എല്ലാ ദിവസവും പറയും, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്മരണ ബലിപീഠത്തിൽ ഉണ്ടാവട്ടെ. എവിടെയെല്ലാം മിശിഹായുടെ ബലി സഭ അർപ്പിക്കുന്നോ അവിടെയെല്ലാം മാതാവ് സന്നിഹിതയായി നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. നമ്മുടെ ഈ പള്ളിയിൽ ഇപ്പോൾ മാതാവ് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു സംശയമില്ല. മാതാവ് ക്രൈസ്തവരുടെ സഹായമാണ്, വൈദികരുടെ രാജ്ഞിയാണ്. ആ മാതാവ്
ഈശോ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരിയാണ്. നമ്മുടെ കർത്താവായ ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ തന്നെ പൂർണ്ണത എന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ തന്നെ ഒരു ഒപ്പം പോകുന്ന ഒന്നാണ് ഈശോയുടെ അമ്മയോടുള്ള സ്നേഹം. ഇപ്പോൾ ഇത് നമ്മൾ അമ്മയുടെ സ്വർഗാരോഹണ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് മാതാവിനെ കുറിച്ച് അല്പം ധ്യാനിച്ചാൽ മതി. മാതാവ് നമ്മളെക്കാളൊക്കെ സങ്കടങ്ങൾ സഹിച്ച ഒരു വ്യക്തിയാണ്. ഈശോ എന്ന് അല്ലെ ഒരു ദൈവമുള്ളൂ. ഈശോയാകുന്ന ദൈവം ഉദരത്തിൽ കിടക്കുമ്പോൾ പോലും തെരുവിലൂടെ പ്രസവ സ്ഥലം അന്വേഷിച്ച് അലയേണ്ടി വന്ന വ്യക്തിയാണ്. ഈശോയാകുന്ന ദൈവം കൂടെ ഉണ്ടായിട്ടും അവൻ കുരിശിൽ കിടന്ന് പിടയുന്നത് നിസ്സഹായമായിട്ട് നോക്കി നിൽക്കേണ്ടി വന്ന ഒരേ ഒരു വ്യക്തിയാണ് മാതാവ്. പിന്നെ കുമാരനെ അവൻ ദൈവമാണ് എന്നിട്ടും മടിയിൽ കിടന്ന് ഉറക്കമാണ് എങ്കിലും മരണമെന്നാണല്ലോ വിളിക്കുന്നത്. അതിനും സാക്ഷിയാകേണ്ടി വന്ന ഒരേ ഒരു വ്യക്തിയാണ്, മനുഷ്യ സ്ത്രീയാണ് അവൾ. അപ്പോൾ നമ്മുടെ ചിന്ത ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകില്ല എന്ന തെറ്റായ ചിന്ത, അത് തെറ്റ് തന്നെയാണെന്ന് മാതാവിലേക്ക് നോക്കിയാൽ മതി. ഈശോ ഉദരത്തിൽ കിടന്നിട്ടും ശാരത്ത് നിന്നിട്ടും മാതാവിന് മരണം വരെ ഈശോ എപ്പോഴും സഹനത്തിൻ്റെ ഒരു ചെറിയ മുൾക്കിരീടം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, എപ്പോഴും ഉണ്ടായിരുന്നത്. വേണമെങ്കിൽ കൊടുക്കാതെ ഇരിക്കാമല്ലോ, പക്ഷെ ഈശോ കൊടുത്തു. എന്തിനായിരുന്നറിയാമോ? ഒടുവിലൊരു സ്വർണ്ണ കിരീടം തലയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. ഈശോയുടെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമുക്കുണ്ടാകുന്ന സങ്കടങ്ങൾ അതൊരു മുൾക്കിരീടമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ മുൾക്കിരീടം കുറച്ച് കഴിയുമ്പോൾ സ്വർണ്ണ കിരീടത്തിന് വഴിമാറുമെന്ന് ഈ സ്വർഗാരോപണ തിരുനാൾ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അതൊരു സത്യമാണ്, അതിനകത്ത് ഒരു സംശയവുമില്ല. നല്ലൊരു ക്രിസ്ത്യാനിക്ക് ഈ ലോകത്തിൽ മാതാവിനെ പോലെ ഞെരുക്കങ്ങളും സങ്കടങ്ങളും ഉണ്ടാകും. അത് ഈശോ തരുന്നതാണ്, അത് പിശാച് തരുന്നതൊന്നുമല്ല, ഈശോ തരുന്നതാണ്. ഈശോ ആ സഹനം തരുമ്പോൾ ഒരിക്കലും അവിടെ നമ്മളെ കൈവിടുകയല്ല, അവിടെ നമ്മളെ ചെത്തി മിനുക്കുകയാണ്, ഉരുക്കി വാർക്കുകയാണ്, അഗ്നിശുദ്ധി വരുത്തുകയാണ്. ഇന്ന് ലോകത്തിലുള്ള ഒരുപാട് മക്കൾ പ്രത്യേക ലോകത്തിൻ്റെ സഹനത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മളെ ഈശോ കാണുന്നില്ല എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? എനിക്ക് നമുക്ക് ആർക്കും അങ്ങനെ തോന്നുന്നില്ല. കാരണം കാലുവയിലെ കുരിശിൻ ചുവട്ടിൽ നിന്ന അമ്മയെ ഈശോ കണ്ടില്ലെന്നുണ്ടോ? തീർച്ചയായും കാണും, എളുപ്പത്തിൽ കാണും. കാരണം കുരിശിൽ കിടക്കുന്ന മിശിഹായ്ക്ക് ഏറ്റവും പെട്ടെന്ന് കാണാൻ സാധിക്കുന്നത് അവന്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെയാണ്. അതുപോലെ ഈശോയെ മടിയിൽ കിടത്തി മാതാവ് വ്യാകുലപ്പെട്ടപ്പോൾ ആബാപിതാവ് മാതാവിനെ കണ്ടില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? നല്ല ഭംഗിയായിട്ട് കണ്ടിട്ടുണ്ട്, കാരണം ദൈവം തന്നെയാണല്ലോ മടി കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ സഹനത്തിന്റെ ആ ഒരു നിമിഷത്തിൽ ഈശോ നമ്മളെ പ്രത്യേകമായി കാണുന്നുണ്ട്. സ്റ്റെഡ്ഫാസ്റ്റ് ലവ് ആണ് അവിടുത്തെ, തൃക്കൺ പാർക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം എന്തിനാണെന്നറിയാമോ? നമ്മളായിരിക്കേണ്ടടുത്ത്, താനായിരിക്കുന്നിടത്ത് നമ്മളെ എത്തിക്കാൻ വേണ്ടിയുള്ള ഈശോയുടെ മനോഹരമായ പദ്ധതിയിലെ സുന്ദരമായ ചില നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന രോഗവും സഹനവും ഞെരുക്കവും എല്ലാം. ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. ഈ ഒരു വലിയ പ്രത്യാശയാണ് ഈ തിരുനാൾ നമുക്ക് തരുന്നത്. മണ്ണിലായിരിക്കുമ്പോളം സഹനത്തിലൂടെ കടന്നുപോയ അല്ലെ, അതിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്നാണ് ശരീരം തീർത്ഥവശി മാതാവിന്റെ വാള്. പൗലോസീഹ പറയുന്നത് എനിക്കൊരു മുള്ളെന്നാണ്. മുള്ളും വാളും ഒക്കെ നമുക്ക് സഹനം തരുന്നതാണ്. പക്ഷേ ആ വാള് കടന്നുപോയ ആ മാതാവിന്റെ ഹൃദയം ഈശോയെ എത്രമാത്രം പ്രിയപ്പെട്ട ഹൃദയമായിരുന്നു. അതുകൊണ്ടല്ലേ ഈശോ തന്റെ വലതുഭാഗത്ത് മാതാവിനെ വിമൂഷ്ടയാക്കിയതും സ്വർലോകരാജ്ഞി എന്ന പേര് പോലും അവൾക്ക് കൊടുക്കാൻ ഈശോ മനസ്സായത്. അതുകൊണ്ട് ക്രൈസ്തവരായ നമുക്ക് സഹനം ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. രോഗം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രത്യാശയോടുകൂടി ഈശോയിലേക്ക് നോക്കണം. കാരണം നമുക്ക് മുമ്പേ കന്യകാമറിയം എന്നൊരു സ്ത്രീ അതിലൂടെയെല്ലാം കടന്നുപോയി സ്വർഗത്തിൽ ചെന്ന് തൻ്റെ സീറ്റ് റിസർവ് ചെയ്തിരിപ്പുണ്ട്.
അതുകൊണ്ടൊന്നും ഭയപ്പെടാനില്ല. നമ്മുടെ യാത്രയും അവിടേക്കൊക്കെ തന്നെയാണ്. മാതാവ് പോയ വഴിയിലൂടെ പോയാൽ മാതാവ് എത്തിയെടുത്ത് തന്നെ നമ്മൾ എത്തുള്ളൂ എന്നുള്ള സ്വാഭാവികമായ ആ ഒരു അറിവും നമ്മളെ സന്തോഷിപ്പിക്കണം. ഈശോയുടെ പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം ഈ ലോകത്തിൽ ഒത്തിരി മനുഷ്യർ സങ്കടപ്പെടുകയാണ്. ഈ ഒരു രോഗമാണ് ഒരു സങ്കടപ്പെട്ട് ഒരു കാരണം രോഗമാണ്. ഇനി ഈ ഒരു രോഗമൊന്നും ഇല്ലെങ്കിലും സങ്കടം ഉണ്ടാകുമായിരുന്നു. കാരണം അത് ലോകത്തിൻ്റെ ഒരു നിയമമാണ്. മനുഷ്യർക്ക് എപ്പോഴും സങ്കടം ഉണ്ടാകും. നമ്മൾ ഇതൊന്നുമല്ല എൻ്റെ കാരണം. അഗസ്തീനോസ് പറയുന്നുണ്ട്, ദൈവമേ, നീ ഞങ്ങളെ വിലക്കായി സൃഷ്ടിച്ചു, നിന്നിലേക്ക് ചേരുന്നവരെ എൻ്റെ ഹൃദയം വ്യാകുലപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിപ്പോൾ ഈ രോഗമൊന്നും ഇല്ലെങ്കിലും നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഇതിൻ്റെ പേര് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ലോകത്തെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയണം. ഈശോയുടെ അമ്മ കടന്നുപോയ സകലത്തിൻ്റെ ഒരു അംശം പോലും ഇന്ന് നമ്മളാരും കടന്നു പോകുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഈശോയെ, എങ്കിൽ പോലും മക്കളെ നഷ്ടപ്പെടുന്ന അമ്മമാരുടെയൊക്കെ കരച്ചിൽ ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. അതെല്ലാം ഓർത്ത് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കണം. കാരണം സഹനം എന്നത് ഈശോ മാത്രം, പരിശുദ്ധാത്മാവ് മാത്രം നമുക്ക് വെളിപ്പെടുത്തി തരുന്നൊരു സത്യമാണ് സഹനം. നമുക്കറിയാമല്ലോ, ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, സ്വർണ്ണം അഗ്നിയിലിട്ടാൽ അറിയത്തില്ലാത്തവർ പറയാം നശിപ്പിച്ച് കളഞ്ഞു, അറിയാവുന്നവർ പറയും നീ തങ്കമാക്കുകയാണല്ലേ. സഹനം അങ്ങനെയാണ്. അറിയത്തില്ലാത്തവർ തെറ്റിദ്ധരിക്കും, അറിയാവുന്നവർ അവരെ ധ്യാന വിഷയമാക്കി മാറ്റും. മാതാവ് സഹനത്തെ ധ്യാന വിഷയമാക്കി മാറ്റിയില്ലേ. ആ അമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്, സ്വന്തരമുള്ള തിരുനാൾ. അതിനോടൊപ്പം ഞാൻ പറയത്തില്ല, അതിനെക്കാട്ടൊക്കെ ഒത്തിരി താഴെ ഇവിടെ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യ വിനോദമാണ്. ദേശത്തിൻ്റെ അതിർത്തിക്ക് എന്ന് വേണമെങ്കിലും നമുക്ക് പുനഃക്രമീകരിക്കാം. റോഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ് മനുഷ്യനുണ്ടാക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മളെ ദേശത്തെ സ്നേഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന എന്താണ്? ഈ ദേശം ഈശോയുടെ സ്വന്തമാവണമെന്നാണ്. മറ്റൊരു പ്രാർത്ഥനയെ നമുക്കില്ല, ഉണ്ടാകാൻ പാടില്ല, തെറ്റാണ്. ഈ ദേശം മിശിഹായെ സ്വന്തമാക്കണം ആണ്. അപ്പോൾ മാത്രമേ യഥാർത്ഥ സമാധാനമാണ്. അല്ലെങ്കിൽ ഈ ആറ്റം ബോംബ് ഉണ്ടാക്കി വെക്കുന്ന സമാധാനം, തലയ്ക്ക് മേളിൽ ആറ്റം ബോംബ് വെച്ചുകൊണ്ട് സമാധാനം എന്ന് പറയുന്ന ഒരു നീതിശാസ്ത്രമാണ് ദേശത്തൊക്കെ. അതൊന്നും ശരിയായ സമാധാനം എപ്പോൾ വേണമെങ്കിലും തലയിൽ വീഴാം, എല്ലാം നശിപ്പിക്കാം. അത് ശരിയല്ല. ഈശോയുടെ രാജ്യമാണ് ഇവിടെ വേണ്ടത്. വാളെടുക്കാത്ത ഈശോ, കഴുതപ്പുറത്ത് കയറി വന്ന ആ ഒരു രാജകുമാരൻ, ആ മിശിഹ, നമ്മുടെ കർത്താവ്, ഒരേ ഒരു കർത്താവ്, രക്ഷകൻ, ആ മിശിഹയുടെ രാജ്യമായത് മാറും. ഇതിൽ പറയാൻ നമ്മൾ ലജ്ജിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും കേട്ടിട്ട് ശരിയായ കാര്യമാണ് കൊണ്ടാണ്. അവന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ബാക്കിയൊക്കെ കർത്താവ് നോക്കിക്കോളും. കർത്താവ് എല്ലാവരും സ്നേഹിക്കുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഈശോ നിന്റെ രാജ്യമായി മാറണേ, നിന്റെ രാജ്യം ഇവിടെ വരണം. അതിനുവേണ്ടി നമ്മൾ തീവ്രമായി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. നമുക്ക് അതുകൊണ്ട് ഈശോയെ, അമ്മയെ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇത്രയും ഇതിനെക്കാട്ടും വലിയ സമ്മാനം എന്താ തരാൻ പറ്റുക? അമ്മയെ തന്നു, ആവായെ തന്നു, ആത്മാവിനെ തന്നു, എല്ലാം തന്നു, സ്വർഗം തന്നു, എല്ലാം തന്നു. പിന്നെ നമ്മളിതാ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കുറേ സാധനങ്ങൾ തരുന്നുണ്ട്. സാരമില്ല, സ്വർഗത്തിലേക്ക് പോകാനുള്ള ചവിട്ടുപടി ഉണ്ടാക്കാനുള്ള കല്ലുകളാണെന്ന് ഞങ്ങൾക്കറിയാം. തിരിച്ചറിയാനുള്ള കൃപ വന്നാലും അത് ഈശോയെ. മാതാവ് അങ്ങനെയാണല്ലോ സ്വർഗത്തിലേക്ക് പോയത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെയും മാതാവിനെ പോലെ സ്വർഗത്തിലേക്ക് എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മേരി മാതാവിൻ്റെ നാമം പേറുന്ന ഇടവകയെ പ്രത്യേകമായി തൃക്കൃപാക്കണമേ ഈശോ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ എന്നറിയാം, മാതാവിൻ്റെ ഭാരത റാണി എന്ന് വിളിക്കുക, ഭാരതരാജ്ഞിയാണ്. ഭാരത ഈശോ മാപ്പാപ്പ ഈ മാതാവിനെ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ദേശത്തെ തൃക്കൃപാക്കണ ഈശോയെ പ്രാർത്ഥിക്കുന്നു. ഇത് കാറസൂസമല്ല. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായെ, നിന്റെ ദിവ്യ രക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ തുടുനിണത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിന് നിന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിന് ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോട് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ എടുക്കുന്ന പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് ശുദ്ധിസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ മേലധ്യക്ഷൻ പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ,
കർമ്മത്തിന് നിന്നോടടുത്ത് സഹകരിക്കുകയും മൗത്ത് പ്രാപിക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളുടെ വേഷം നിർവഹിക്കുന്നതിന് നിത്യസൗഭാഗ്യം പ്രാപിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പരിശുദ്ധ മറിയത്തെ നിന്റെ മോത്തപൂർണ്ണതയിൽ ശാരീരികമായിട്ട് കൂടി പങ്കുചേർത്ത കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ നിന്റെ മോത്തത്തിൽ പങ്കുചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പരിശുദ്ധാത്മാവിനെ വസിച്ച കന്യാമറിയാവിന്റെ ശരീരത്തെ മോത്തപ്പെടുത്തിയ കർത്താവേ, ദൈവാത്മാവിന്റെ സജീവാലയമായ ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കുന്നതിനെ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പിന്നീട് ഞങ്ങൾ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ആഘോഷിക്കുവാൻ കൃപ നൽകിയ കർത്താവേ, പരിശുദ്ധ മറിയത്തിന്റെ മാതൃസ്ഥതയാൽ ഞങ്ങളുടെ രാജ്യത്തെയും അതിൽ വസിക്കുന്നവരെയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമാധാനത്തിന്റെ അനുഗ്രഹത്തിന്റെ മാതാപിതാക്കണമെന്ന് വിനയത്തോടെ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനുഗ്രഹീതയും കൃപാവരപൂർണ്ണയുമായ മാതാവിന്റെ മാധ്യസ്ഥം വഴി അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. സ്വർഗാരൂപിയായ മറിയത്തിന്റെ പ്രാർത്ഥനകൾ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുള്ള സഹായവും സംരക്ഷണവുമായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളും സദാ സ്വർഗീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും നിത്യമഹത്വം പ്രാപിക്കുവാനും അനുഗ്രഹിക്കണമേ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാണ്. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കഴിവുക്ക് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരനും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കും. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ ദോഷിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ഇവന്റെ അടയാളത്താൽ രാജ്യം ചെയ്തവർ മുക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ ദിവസങ്ങളിൽ പങ്കുകൊള്ളട്ടെ. വരുവിൻ, ശ്രവിക്കുവിൻ, ഞാൻ നിങ്ങളോട് വിവരിച്ചു പറയാം. മരണം ദൈവത്തിൻ സുതനം കൈക്കൊണ്ടു നിർമ്മലഗാത്രത്തിൽ ദൈവകുമാരൻ കൽപ്പിച്ചു വാനവരോടായി പ്രിയമേറും തന്നുടെ ജനനീ ഗാത്രത്തെ നിന്നിൽ കൃപയിൽ ഉയർത്തിടുവാൻ തിരുജനനീ സകല ജനതകളും ഇത് ശ്രവിക്കട്ടെ. മരണം ദൈവത്തിൻ സുതനം കൈക്കൊണ്ടു നിർമ്മലഗാത്രത്തിൽ ദൈവകുമാരൻ കൽപ്പിച്ചു വാനവരോടായി പ്രിയമേറും തന്നുടെ ജനനീ ഗാത്രത്തെ നിന്നിൽ കൃപയുയർത്തിടുവാൻ തിരുജനനീ സ്വർഗാരോപിതയാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാർയോസഫിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ
പോലെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോട് കൂടെ, നമ്മുടെ രാജാവ് നമ്മോട് കൂടെ, നമ്മുടെ ദൈവം നമ്മോട് കൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും വിതാപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലസൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും ഇന്നാ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യവും പിതാവിനോട് കൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകവും സാത്വികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായി ശരീരത്തിന്റെ ഏർപ്പും നിത്യാസ്യങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകളിലവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ദർശനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ കുറിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശ്വായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായിക്കലും രക്ഷിക്കും സ്വർഗരാജ്യത്തിന്റെ ജീവനം കാരണമാകട്ടെ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായ നിമിത്തം ഞങ്ങളെ അങ്ങ് കാരുണ്യാവേദത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, പരസ്പരം സമാധാനമാണ്. കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ജനകമായ ലക്ഷ്യങ്ങൾ ഉദാഹരണ ചെയ്യപ്പെടുന്നു. പുരോഗമന മനസ്സിന് സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. പണികൾ താഴ്ത്തി വിചാരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തി വിശുദ്ധരായ ഏകാഗ്രതയോടെ നിങ്ങൾക്ക് നേരിൽ പ്രാർത്ഥിക്കുകയും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ
ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ദിനങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃപയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന. ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവൻ യുഗരാജാവാൻ. വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ കടങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനനും ആകുലനുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും
അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജയരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ ഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയുമായ അവനെയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും നയിക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലഭിക്ഷനുമായ മാർ യോസഫ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധതരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, എനിക്ക് വേണ്ടി അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യക മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും ഇവിടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്നും ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രവരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, വലിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറപ്പിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാവട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യും. അതിപൂജിതമാം തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങൾ അണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ആമേൻ.
അവിടുത്തെ തോന്നണമേ. അങ്ങയുടെ കാരുണ്യനിരകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ദോഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത അവമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ, എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. 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 നിത്യജീവനം കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അപരങ്ങളെ പ്രവർത്തനീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അപരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാരംഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. നമ്മുടെ രക്ഷകനായ മിശിഹായുടെ
ഹൃദയത്തോടെ നമുക്ക് സ്വീകരിക്കാം. എന്നാൽ നമുക്ക് വേണ്ടിയുള്ള അവിടുത്തെ മരണത്തിലും പുനരുദ്ധാനത്തിലും നാം വിശ്വസിക്കുകയും പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നു. മാലാഖമാരോട് കൂടി അവിടുത്തെ ഹല്ലേലൂയ പാടി സ്തുതിക്കുക ഉചിതമാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മൾ എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സക്രാരിയായി ഹൃദയം ഒരുക്കി കാത്തിരിപ്പൂ. സക്രാരിയായി ഹൃദയം ഒരുക്കി കാത്തിരിപ്പൂ. സ്വർഗീയ രാജകുമാരാ വരണേ, നീ വരണേ, ഇന്നാത്മാവിൽ രാജനായി വാഴാം. ഓ ദിവ്യകാരുണ്യമേ, ഓ നിത്യസായുജ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ഇന്നാത്മാവിൽ വാഴാൻ വരൂ. ഞാനാണ് ജീവന്റെ അപ്പമിന്നോത് കുർബാനയായി തീർന്ന നാഥാ. ജീവൻ തരാം, നിത്യജീവൻ തരാം, കൂദാശയായി തീർന്ന നാഥാ. വരണേ, നീ വരണേ, ഇന്നാത്മാവിൽ രാജനായി വാഴാം. ഓ ദിവ്യകാരുണ്യമേ, ഓ നിത്യസായുജ്യമേ, ഓ സ്നേഹവാത്സല്യമേ, ഇന്നാത്മാവിൽ വാഴാൻ വരൂ. സക്രാരിയായി ഹൃദയം ഒരുക്കി കാത്തിരിപ്പൂ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്ക് നിദാനമാകട്ടെ. സകലത്തിന്റെ നാഥായനേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ യേശുവേ, പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധനായ രാജാവേ, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അപേക്ഷമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിൽ നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. ഭർത്തരായ ഞങ്ങളെ നിന്റെ സ്നേഹം ഉദയം ചെയ്ത് നീ ഞങ്ങളുടെ പാവങ്ങൾ കനവോട് ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെക്കുറിച്ച് നിനക്ക് സ്തുതി. കനവോട് കടകൾ പൊറുക്കുന്നവനെ ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായതിനെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും
അവനുടേതായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നിത്യസൗഭാഗ്യത്തിൻ്റെ ഉറവിടവും അച്ചാരവുമായി കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവ്വം യോഗ്യരാക്കിയതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവിതാതാവുമായ മിശിഹായെ, സകലത്തെയും പവിത്രീകരിക്കുന്ന നിന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിൻ്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണ്ണനീയമായ ഈ ദിവ്യദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നു. സർവ്വതിൻ്റെ നാഥ എന്നേക്കും സ്വർഗ്ഗത്തിനാളിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. കുർബാന കഴിയുമ്പോൾ കഴിവുപോലുള്ള സ്വപ്നകാഴ്ചകൾ നമ്മൾ നിക്ഷേപിക്കുമെന്ന് ഓർമ്മിക്കുകയാണ്. വിശ്വാസത്തിൻ തികവിൽ ദൈവപിതാവിനെ വാഴ്ത്തിയിടാം. നൽകി കന്യ മറിയത്തെ ദൈവം പുത്രനുമാതാവാൻ. കുരിശിൻ സവിധേ നിൽക്കുമ്പോൾ നരവംശത്തിനു മാതാവായി മിശിഹാനാഥൻ നൽകുകയായി കനിവ കന്യാമറിയത്തെ. സ്ത്രീകളിലെല്ലാം ധന്യസദാ റൂഹാദൻ കൃപയാൽ മറിയം സുതനുടെ കുരിശിൻ പിന്നാലെ വ്യാകുലയായി നീയവൾ. അമ്മയോടൊപ്പം നിങ്ങളുമാ സ്വർഗകിരീടം നേടിടുവാൻ വരമേകണ്ടേ സകലേശൻ